പ്രധാനമായിട്ട് പണത്തിൻ്റെ ഒരു കളിയാണ് ക്രിക്കറ്റ് എന്ന് പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം കളി. നമ്മളുടെ ഒരു പണത്തിൻ്റെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഒരു അഭാവം എവിടെയെങ്കിലും വരുന്നത്, പ്രത്യേകിച്ച് ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയായിട്ട് ഇതിനെ ആളുകൾ കാണുന്നുണ്ടോ? ഇതിൻ്റെ ഒരു നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണ്? ഇത് സത്യത്തിൽ ഒരുപാട് പേര് ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ ചാരിറ്റി ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇതൊരു ചാരിറ്റി ആയിട്ട് കാണേണ്ട കാര്യമല്ല. അത് നമ്മൾ ഇറ്റ്സ് എ റൈറ്റ് ടൈം ടു മൂവ് ഫ്രം ദെയർ. കാരണം എന്താ വെച്ചാൽ ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ സ്പോർട്ട് ആ ലെവലിലേക്ക് തന്നെ ഉയർത്തി തന്നെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കാണണം എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരോടും പറയുന്നത്. നമ്മുടെ മുൻ ക്യാപ്റ്റനായിരുന്ന അജയ് റെഡ്ഡി, അർജുന അവാർഡിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ചില അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങൾ നമ്മൾ പല കോണുകളിലും കാണുന്നുണ്ട്. പിന്നെ പ്ലെയേഴ്സിന് സമൂഹം തന്നെ ഒരുപാട് റെക്കഗ്നേഷൻ, അവരെ പഠിക്കുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഉദ്ഘാടന ചടങ്ങുകൾ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതായിട്ടൊക്കെ നമ്മളുടെ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനിടയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് താരപ്പകിട്ട് കൂട്ടും എന്ന് തന്നെയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റ് ക്രിക്കറ്റേഴ്സ് എടുക്കുന്ന എഫേർട്ടിനേക്കാൾ അത് അവരുടെ തന്നെ താരങ്ങൾ പറയാറുള്ളതാണ്, നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നമ്മുടെ കളിക്കാർ ഈ താരങ്ങളാകുന്നത്.